പിന്നെ ഇന്നത്തെ വിഷയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു നിമിഷം നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ശാസ്ത്ര സാങ്കേതികത സയൻസ് പ്രത്യേകിച്ചും എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഒരു നിമിഷം നമുക്കൊന്ന് ചിന്തിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇപ്പൊ തന്നെ ഇവിടെ നമുക്ക് ശാസ്ത്രത്തിന്റെ പുരോഗതി കൊണ്ട് നേടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വേണ്ട എന്ന് വെച്ചാൽ പെട്ടെന്ന് അപ്രത്യക്ഷമായാൽ എന്തൊക്കെയായിരിക്കും അപ്രത്യക്ഷമാവുക? ഈ മൈക്ക്, ഈ സൗണ്ട് സിസ്റ്റം, അല്ലെ, ഈ ലൈറ്റുകൾ, ഈ കമ്പ്യൂട്ടർ, അതുപോലെ ഈ കെട്ടിടം തന്നെ, ഒരു പക്ഷേ ഈ ഫാനുകൾ, നമ്മളെല്ലാം ഇങ്ങോട്ടെത്തിയ വാഹനങ്ങൾ, ഇതൊക്കെ തന്നെ ഇല്ലാതെയാവുകയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ആയിരക്കണക്കിന് വർഷം പുറകോട്ട് പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ സയൻസും ടെക്നോളജി ഇങ്ങനെ പലതും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി പുതിയ ഓരോ കാര്യത്തിന്റെയും പ്രിൻസിപ്പിൾ എന്താണ്, അതിന്റെ നിയമം എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ അതിനെ പ്രയോഗത്തിൽ വരുത്തിയൊക്കെയാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ സയൻസിന് ഇതൊരു വളരെ അത്യാവശ്യമല്ല, ശരിക്കും കാണുന്നില്ലെങ്കിലും സാരമില്ല, ഞാനൊരു സഹായം എന്നുള്ള നിലയിൽ മാത്രമാണ് ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ സയൻസ് പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്ന മാർഗം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും രണ്ടാണ്. ഒന്ന് നമ്മൾ ഡിസ്കവറി എന്ന് പറയും, കണ്ടെത്തൽ എന്ന് പറയുന്നത്. അത് രണ്ടാമത്തേത് കണ്ടുപിടുത്തങ്ങളാണ്, ഇൻവെൻഷൻ എന്ന് പറയുന്നതാണ്. അപ്പൊ കണ്ടെത്തൽ എന്ന് പറയുമ്പോൾ പ്രകൃതിയിലുള്ള ഒരു കാര്യം മനുഷ്യൻ ഇന്ന് വരെ അറിയാമായിരുന്നില്ല, അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. അതാണ് കണ്ടെത്തൽ എന്ന് നമ്മൾ പറയുന്നത്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഈ ഭൂഗുരുത്വ ബലത്തിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി, അല്ലേ? ന്യൂട്ടന് മനസ്സിലായി ഇങ്ങനെ ഒരു ബലമുണ്ട് ഈ ലോകത്ത്. അതൊരു കണ്ടെത്തലാണ്, അല്ലാതെ കണ്ടുപിടുത്തമല്ല. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ശരീരത്തിന്റെ ഘടന എന്താണ്, നമ്മുടെ എല്ലാവർക്കും DNA ഉണ്ട്, അപ്പൊ അതിന്റെ ആ ഒരു സ്ട്രക്ചർ എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടെത്തുകയാണ്. പുതിയ പുതിയ പക്ഷികളോ മൃഗങ്ങളുടെയോ ഒക്കെ സ്പീഷീസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വൃക്ഷം, അതിന്റെ സ്പീഷീസ്, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടെത്തലാണ്. മറിച്ച് ഒരു പെട്രോൾ എഞ്ചിൻ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരു പ്രിന്റിംഗ് പ്രസ് ഉണ്ടാക്കിയത്, ഇതൊക്കെ കണ്ടുപിടുത്തമാണ്, നമ്മൾ പുതിയതായിട്ട് സൃഷ്ടിച്ചതാണ്, ഇൻവെൻഷൻസ് ആണ്. അങ്ങനെ ധാരാളമുണ്ട്. ഈ കമ്പ്യൂട്ടർ, ഇതൊക്കെ തന്നെ ഇൻവെൻഷൻസ് ആണ്. നമ്മുടെ ടെലിഫോൺ, ഇതൊക്കെ ഇൻവെൻഷൻസുമാണ്. അപ്പൊ ഇത് രണ്ടുമല്ലാതെ പുതുമയിലേക്ക് നമ്മളെ നയിക്കുന്ന മൂന്നാമതൊരു രീതിയുണ്ട്. ആ രീതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് നവീകരണം എന്ന് നമ്മൾ പറയുന്ന, അഥവാ ഇന്നൊവേഷൻ എന്നുള്ളൊരു സങ്കല്പം. അപ്പൊ എന്താണ് ഇന്നൊവേഷൻ? എല്ലാവർക്കും ഒരുപക്ഷെ അറിയാമായിരിക്കും, എന്നാലും നമുക്കൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പം ഇത് കാണാമെന്നറിയില്ല, ഒരു വളരെ സാധനങ്ങളെല്ലാം കൂടി കൂട്ടിയിട്ടിരിക്കുന്ന ഒരു മേശയാണ്. ചിലപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിൾ, നമ്മൾ ഉപയോഗിക്കുന്ന മേശ, അല്ലെങ്കിൽ അടുക്കളയിലെ മേശയും ആകാം. ആ മേശ ആകപ്പാടെ എല്ലാ സാധനങ്ങളും കൂടി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് അതിനെ ഒന്ന് അടുക്കി വെക്കാം, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് എളുപ്പം എടുക്കേണ്ട, എപ്പോഴും എടുക്കേണ്ട കാര്യങ്ങളെ അടുത്ത് വെച്ച് ഒന്ന് നീറ്റായിട്ടിടാം എന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊരു നവീകരണമാണ്. അതായത് ഇപ്പോഴുള്ള ഒരു കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു മെച്ചമുണ്ടാവുന്ന രീതിയിലുള്ള ഒരു മാറ്റം നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ടേബിൾ ഒരു പക്ഷേ ഇങ്ങനെ ഇരിക്കും, കുറെ കൂടി നീറ്റായി. അപ്പൊ എന്താണ് അതുകൊണ്ടുള്ള ഗുണം? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വേഗം ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും എവിടെ ഉണ്ടെന്ന് അറിയാം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവിടെ ഇല്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രയോജനങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ പകലും ഒരുപക്ഷെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഒക്കെ നടക്കാനൊക്കെ പോകുന്നവരായിരിക്കും. അപ്പൊ നമ്മൾ ഒരു ദിവസം വിചാരിക്കുകയാണ്, നാളെ മുതൽ ഞാൻ വേറൊരു റൂട്ടിലൂടെ നടക്കാം, വേറൊരു വഴിയിലൂടെ. ഒരു പക്ഷെ ആ വഴിയിൽ കുറച്ചുകൂടി തിരക്ക് കുറവായിരിക്കാം, ട്രാഫിക് കുറവാണ്, അപ്പൊ എനിക്ക് കുറച്ചുകൂടി എളുപ്പം നടക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ചുറ്റുപാടുകളുണ്ട്, എനിക്കത് കണ്ടുകൊണ്ട് നടക്കാൻ പറ്റും. അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ആ ഭാഗത്തുണ്ട്, ഒരു പക്ഷെ കാണാൻ സാധിച്ചാലോ. ഇങ്ങനെയൊക്കെയുള്ള പ്രയോജനങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ നടപ്പിന്റെ രീതി ഒന്ന് മാറ്റിയാൽ അതും ഒരു നവീകരണമാണ്. അപ്പൊ ഇങ്ങനെ പലതാണ് നമ്മൾ ചെയ്യുന്ന നവീകരണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്ന വളരെ സരളമായ കാര്യങ്ങളെ നമ്മളിങ്ങനെ ഇന്നോവേഷൻ എന്നുള്ളൊരു പേരിലേക്ക് കൊണ്ടുവരാറില്ല. അതിനു പകരം കുറെ കൂടി വിസ്താരമുള്ള, കോംപ്ലക്സ് ആയിട്ടുള്ള, കുറച്ചുകൂടി സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ ആ പേര് സാധാരണയായിട്ട് വിളിക്കുന്നത്. അപ്പൊ അതിനൊരു ഉദാഹരണം പറയാം. ഇത് നമുക്കറിയാം, ഒരു നോട്ടാണ്, ഒരു രൂപയാണ്. അപ്പൊ ആദ്യകാലത്ത് നമുക്കറിയാം എങ്ങനെയായിരുന്നു നമ്മൾ സാധനങ്ങൾ
അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം നടത്തിയിരുന്നത് ഒരു സാധനത്തിന് പകരം വേറൊരു സാധനം. അങ്ങനെയായിരുന്നു ആദ്യം. ബാർട്ടർ സിസ്റ്റം എന്ന് പറയും, ഒന്നിന് പകരം മറ്റൊന്ന്. അത് വലിയ പ്രയാസമാണ്. ഒരു എത്ര ഓറഞ്ചുകളാണ് ഒരു കുറെ ആപ്പിളിന് തുല്യം, അല്ലെങ്കിൽ കുറച്ച് അരിക്ക് തുല്യം, ഇതൊക്കെ വലിയ പ്രയാസമാണ് നമുക്ക് കണ്ടെത്താനായിട്ട്. അതിനൊരു കൃത്യത ഉണ്ടാകാൻ വലിയ പ്രയാസമാണ്. അപ്പൊ പിന്നീട് നമ്മൾ പണം എന്നൊരു ഐഡിയ നമുക്കുണ്ടായി. നമ്മൾ ആദ്യം ഉണ്ടാക്കിയത് സ്വർണത്തിലോ വെള്ളിയിലോ പിന്നീട് ചെമ്പിലോ ഒക്കെ ഉണ്ടാക്കുന്ന നാണയങ്ങളാണ് നമ്മൾ കൈമാറ്റം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതൊരു മാറ്റമാണ്. പക്ഷെ അതിന് പകരം ഇങ്ങനെ ഒരു നോട്ട് അച്ചടിച്ച് അത് ഉപയോഗിക്കാം എന്ന് വന്നപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായി. വലിയ ഭാരമുള്ള നോട്ട് കെട്ടുകളൊന്നും കൊണ്ട് നടക്കണ്ട, ഇത് കൈമാറ്റം ചെയ്യാനൊക്കെ എളുപ്പമാണ്, അങ്ങനെയൊക്കെയുള്ള പല പ്രയോജനങ്ങൾ. അപ്പൊ ഇതൊരു ഇന്നോവേഷനാണ്. നേരെ മറിച്ച് ഒന്നിനു പകരം മറ്റൊന്നുള്ള ഐഡിയ അവിടെ മാറിയിട്ടില്ല, പക്ഷെ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു മാറ്റമാണ് അവിടെ വന്നത്. മറ്റൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, ആദ്യം ഉണ്ടായിരുന്ന ടെലിഫോൺ നമുക്കറിയാം. ഇപ്പം നമ്മൾ ലാൻഡ് ലൈൻ എന്ന് പറയും. ഒരു വയർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. വീട്ടിലൊരു സ്ഥലത്തിരിക്കും, അല്ലെങ്കിൽ ഓഫീസിലൊരു സ്ഥലത്തിരിക്കും. പിന്നീട് നമുക്ക് വയർലെസ് ടെക്നോളജി നമുക്ക് മനസ്സിലായി. എങ്ങനെ ഈ വയർ ഘടിപ്പിക്കാതെ തന്നെ നമുക്ക് അതിലേക്ക് സംവേദനം നടത്താം എന്നുള്ളത് കണ്ടുപിടിച്ചു. പല കാര്യങ്ങൾക്ക് നമ്മളത് ഉപയോഗിച്ചു. അപ്പോൾ അത് ഫോണിനും ഉപയോഗിക്കാമല്ലോ എന്നൊരു ഐഡിയ ഉണ്ടായി. അങ്ങനെ വയർലെസ് ഫോൺ ഉണ്ടായി. അതാണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ആദ്യകാലം. ഒരു ഫോൺ വയർലെസ് ആയപ്പോൾ എന്താ സംഭവിച്ചത്? അതിനൊരു സ്ഥലത്തിരിക്കണ്ട, അതിനെ എടുത്തുകൊണ്ട് നടക്കാം, അത് എവിടെയും പോകുന്ന ഒരു സാധനമായി, അതൊരാളുടെ സ്വന്തമായി, എല്ലാവർക്കും വ്യത്യസ്തമായ മൊബൈലുകളായി. പിന്നീട് അതിൽ ഉപയോഗിക്കുന്ന ആ മൈക്രോ പ്രോസസ്സർ, അതിൽ ഉപയോഗിക്കുന്ന ആ ചിപ്പിന്റെയൊക്കെ ശക്തി വളരെയധികം വർദ്ധിച്ചപ്പോൾ, വളരെയധികം കാര്യങ്ങൾ അതിൽ ചെയ്യാം എന്നുള്ളൊരു നില വന്നപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഒരു മൊബൈൽ ഫോണിൽ ചെയ്യുന്നത്? നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന മൊബൈൽ ഫോണിൽ കലണ്ടർ ഉണ്ട്, ടോർച്ച് ഉണ്ട്, ക്യാമറയുണ്ട്, ഇല്ലേ? നമ്മുടെ ഇന്റർനെറ്റിലേക്ക് നമുക്ക് അതിൽ നിന്ന് പോകാൻ സാധിക്കും, നമുക്ക് സിനിമകൾ കാണാൻ പറ്റും, പാട്ട് കേൾക്കാം. ഇതിനൊക്കെയുള്ളൊരു കാര്യമായിട്ട് മൊബൈൽ ഫോൺ അഥവാ സ്മാർട്ട് ഫോൺ മാറുകയാണ്. അതൊരു ഇന്നോവേഷനാണ്. പടിപടിയായിട്ടുള്ള ഇന്നോവേഷൻ അഥവാ നവീകരണം കൊണ്ടാണ് ഇന്നത്തെ സ്മാർട്ട് ഫോൺ അത് തുടർന്നുകൊണ്ടിരിക്കുകയുമാണ് ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇത് മറ്റൊന്നാണ്. അതായത് നമുക്ക് പണ്ട് മുതലേ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ ബാഗുകൾ, ഓരോ എന്തെങ്കിലുമൊക്കെ കൊണ്ടു നടക്കാനായിട്ട്. പക്ഷെ അത് പ്ലാസ്റ്റിക് ബാഗുകൾ വളരെ ഉപയോഗപ്രദമാണ്, പക്ഷെ അത് പ്രകൃതിക്ക് ദോഷമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായപ്പോൾ നമ്മളത് ഇതുപോലെ കടലാസ് കൊണ്ടുള്ള ബാഗുകളാക്കിയപ്പോൾ പ്രയോജനവും ഉണ്ടായി, എന്നാൽ ആ പ്രകൃതിക്കുണ്ടാകുന്ന ആ ഒരു ദോഷം ഇല്ലാതാവുകയും ചെയ്തു. മറ്റൊരു നവീകരണമാണ്. ഇതുപോലെ തന്നെ നമ്മൾ കടലാസ് കൊണ്ട് സ്ട്രോ, ഗ്ലാസ്സുകള്, അല്ലെങ്കിൽ പ്ലേറ്റുകള്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് ഉപയോഗിച്ച് മാറ്റാനുള്ള കാര്യങ്ങൾ പലതും ഈ രീതിയിൽ പ്രകൃതിക്ക് ദോഷമില്ലാത്ത വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കുക എന്നൊരു ഐഡിയ, അതൊരു നവീകരണം. ഇത് കാണാമോ എന്നറിയില്ല. ഒരു പെൻസിലാണ്. പെൻസിലിന്റെ അറ്റത്തൊരു ഒരു സീഡുണ്ട്, ഒരു വിത്തുണ്ട്. പലരും കണ്ടിട്ടുണ്ടാവും, ഇപ്പൊ ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഗുണം എന്താണ്? പെൻസിലിന്റെ ഉപയോഗം കഴിയുമ്പോൾ ഈ പെൻസിൽ എവിടെങ്കിലും ഇടും. അപ്പോൾ ആ ഒരു വിത്തിന് അവിടെ മുളയ്ക്കാൻ പറ്റും. ഒരു രീതിയിൽ നമുക്ക് വിത്തുകൾ കൂടുതൽ അല്ലെങ്കിൽ ചെടികൾ കൂടുതൽ ഉണ്ടാവാം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത ഒരു ചെറിയ കാര്യമാണിത്, ഒരു ചെറിയ നവീകരണം. പക്ഷെ അത് ഉപയോഗിക്കപ്പെടുകയാണെങ്കിൽ അതിന് വളരെയധികം മാറ്റം നമ്മുടെ ലോകത്തുണ്ടാക്കാൻ പറ്റും എന്നുള്ളതും തീർച്ചയാണ്. ഇതുപോലെ ധാരാളമുണ്ട്. അടുത്ത ഒരു ഉദാഹരണം കൂടെ നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സ്വിഗ്ഗി, ഭക്ഷണം കൊണ്ടുവരാനായിട്ട് സ്വിഗ്ഗി സർവീസ്, അല്ലെങ്കിൽ വാഹനങ്ങൾ, ഓട്ടോറിക്ഷയൊക്കെ പിടിക്കാനായിട്ട് ഊബർ മുതലായ സർവീസുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ നടന്നിരിക്കുന്നത്? പണ്ട് മുതൽ നമുക്കിവിടെ ടാക്സി സർവീസ് ഒക്കെ ഉണ്ട്, ഇല്ലേ? അല്ലെങ്കിൽ ഹോട്ടലുകളുണ്ട്. പക്ഷേ അത് കിട്ടണമെങ്കിൽ നമ്മൾ അത് നിൽക്കുന്ന സ്ഥലത്ത് പോയി അവിടെ അത് നമുക്കതിലേക്ക് നമുക്ക് വേണം, ആവശ്യമാണെന്ന് പറഞ്ഞ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ഫോൺ വന്നപ്പോൾ ഫോൺ വിളിക്കാമെന്നായി. പക്ഷെ എങ്കിലും ഒരൊറ്റ ടാക്സിയെ മാത്രമേ നമുക്ക് സമീപിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇല്ലെങ്കിൽ അടുത്ത ആളെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അതിന് പകരം ഇതിനിടയ്ക്കൊരു മിഡിൽ മാൻ ആണ് ഈ സർവീസ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്റർനെറ്റിനെ, ടെലിഫോണിനെ, മൊബൈൽ ടെലിഫോണിനെ, ടാക്സിയെ, അതോടൊപ്പം തന്നെ എവിടെയാണ് നമ്മൾ ഇപ്പോൾ എന്നറിയാനുള്ള നാവിഗേഷൻ സിസ്റ്റം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, GPS എന്ന് പറയുന്ന പോലെയുള്ള എവിടെയാണെന്ന് അറിയാനുള്ള ആ സംവിധാനം അത് മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഊബർ സർവീസ് എന്ന് പറയുന്നത്. അല്ലാതെ അവിടെ പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഈ ഉണ്ടായ സാങ്കേതിക പലതരത്തിലുള്ള സർവീസുകളെ ഒന്നിച്ച് ചേർക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനമാണ്. ഈ ടാക്സി ഓടിക്കുന്നവർക്കും പ്രയോജനമാണ്,
അത് വിളിക്കുന്നത് നമുക്ക് വളരെ പ്രയോജനമാണ്. അങ്ങനെ എല്ലാവരും അതുകൊണ്ട് മെച്ചപ്പെടും. സർവീസിന് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണുമായിരിക്കും, പക്ഷെ എങ്കിലും ആ ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്, ആ ഒരു നവീകരണം എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിലെല്ലാം കാണാൻ കഴിയുന്നത് പലപ്പോഴും നവീകരണം നടക്കുമ്പോൾ അതിൽ പല കാര്യങ്ങൾ ഒന്നിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പല പല മേഖലകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിൽ ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഇത് എന്തിലൊക്കെ ആവാം, എന്തിലും ആവാം എന്നുള്ളതാണ് ഉത്തരം. എന്തെങ്കിലും ഒരു വസ്തുവിലാവാം, ഒരു പ്രോഡക്റ്റിലാവാം. ഇപ്പൊ നമ്മൾ ആ ബാഗ് കണ്ടു, അതൊരു പ്രോഡക്റ്റാണ്, അതിലാവാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു സേവനത്തിലാകാം, ടാക്സി പോലെയുള്ള ഒരു സേവനത്തിലാകാം. അല്ലെങ്കിൽ ഒരു 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 ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനമോ നടത്തിക്കൊണ്ട് പോകുന്നതാണ്, നടത്തിപ്പിലാകാം, ആ മാനേജ്മെന്റ് രീതികളിലാകാം. അങ്ങനെ എന്തിൽ വേണമെങ്കിലും നവീകരണം നമുക്ക് നടത്താൻ സാധിക്കും. പിന്നെയുള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് ഇതിന്റെ പ്രയോജനങ്ങളും എന്ത് തരവുമാകാം. ഒന്നുകിൽ ആ സാധനം കൊണ്ട് നമുക്ക് കൂടുതൽ ഉപയോഗം ഉണ്ടാവാം, കൂടുതൽ പേർക്ക് ഉപയോഗം ഉണ്ടാകാം, കൂടുതൽ മേഖലകളിൽ പ്രയോഗിക്കാം. അല്ലെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള പണം അല്ലെങ്കിൽ സമയം ഇതിനൊക്കെ കുറവുണ്ടാകാം. ഇങ്ങനെ അല്ലെങ്കിൽ പ്രകൃതിക്ക് ഇത് പറഞ്ഞ പോലെ ദോഷമില്ലാത്ത കാര്യമാകാം. അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ളൊരു മൂല്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നവീകരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും ഒന്നല്ല, പലത് അതുകൊണ്ടുണ്ടാവുകയും ചെയ്യും. പിന്നെ ഉള്ളൊരു ചോദ്യം എവിടെയൊക്കെ ആകാം എന്നുള്ളതാണ്. നമ്മൾ കണ്ടു, നമ്മുടെ മേശപ്പുറം തുടങ്ങി, നമ്മുടെ വീട് തുടങ്ങി, സ്കൂളുകൾ, കോളേജുകൾ, ആശുപത്രികൾ, ഓഫീസുകൾ, ഫാക്ടറികൾ എന്നല്ല, ഗവൺമെന്റിന്റെ നടത്തിപ്പിൽ രാജ്യത്തിനൊപ്പം തന്നെ ബാധിക്കുന്ന രീതിയിലൊക്കെ ഈ നവീകരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെയുള്ളത് ഇതിന്റെ സാധുതയെ പറ്റിയാണ്. അതായത് നമ്മളൊരു കാര്യം ഇതിനെ ഇനിയും നവീകരിക്കണോ എന്നൊരു ചോദ്യം നമ്മൾ എപ്പോഴാണത് അത് സാധുവാകുന്നത്. അപ്പൊ എന്തും ചെയ്യാനായിട്ട്, ഒരു പുതുമ ചെയ്യാനായിട്ട് നമുക്കതിന് കുറേ പണം ചെലവഴിക്കേണ്ടി വരാം, കുറച്ച് പ്രയത്നം അതിന് ആവശ്യമുണ്ടാകും. അതുപോലെ തന്നെ അതിന് വേണ്ട മറ്റ് കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ആ ഒരു വ്യയം നമുക്കുണ്ടാകുന്ന അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനത്തിനെ സാധൂകരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ നവീകരണത്തിലേക്ക് പോകുന്നതിന് അർത്ഥമുള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിന് ഇത് കുറവായിട്ടുള്ളൊരു കാര്യമാകുമ്പോൾ പിന്നെ നവീകരണം കൊണ്ട് നമുക്ക് ഗുണത്തെക്കാൾ ഏറെ ചിലപ്പോൾ ദോഷമായിരിക്കും ഉണ്ടാവുക. അതാണ് സാധുതയെ പറ്റിയുള്ള കാര്യം. പിന്നെ ഒരു ചോദ്യം, ഇതെങ്ങനെയാണ് തുടങ്ങുന്നത്? നമുക്ക് എങ്ങനെയാണ് ഒരു കാര്യത്തിന് ആ നവീകരണം എന്നുള്ളൊരു കാര്യം വരുന്നത്? മിക്കവാറും അതൊരു പ്രശ്ന പരിഹാരമായിരിക്കും. നമുക്കൊരു കാര്യം ഉപയോഗിക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമുക്ക് ടെലിഫോൺ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കണം, അവിടെ ചെന്നെടുക്കേണ്ടി വരുന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ടാക്സി പിടിക്കാനുള്ള പ്രയാസം, അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ കാണുകയും അതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അത് നമ്മൾ നവീകരിക്കുന്ന ഒരു സ്റ്റെപ്പിലേക്ക് പോകുന്നത്. പിന്നെ ഒന്നൊരു ഐഡിയ ഉണ്ടാവുകയാണ്, ഇങ്ങനെ ചെയ്യാമല്ലോ എന്നൊരു ഐഡിയ ഉണ്ടാകുന്നു. പിന്നെ അത് ഈ പറഞ്ഞ പോലെ സാധുവായ ഒരു നവീകരണമാണെങ്കിൽ നമ്മളത് ചെയ്യുന്നു. ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ ഉള്ളത് ആവശ്യം സൃഷ്ടിയുടെ മാതാവാണെന്ന് നമ്മൾ പറയും. പലപ്പോഴും ആവശ്യം ഒരു കാര്യമായിട്ട് വരും. ഇപ്പൊ തന്നെ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടു, ഓൺലൈൻ കാര്യങ്ങളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു. അപ്പൊ എല്ലാവർക്കും എങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഓൺലൈനിൽ എത്താൻ പറ്റും എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ നടന്നു. അപ്പൊ പലതരത്തിലുള്ള ഇന്നോവേഷൻസ് നടത്തേണ്ടിയും തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. അതുപോലെയാണ് പെട്ടെന്ന് തന്നെ കോവിഡിന് ഒരു പരിഹാരം വേണം, അപ്പൊ എന്തൊക്കെ ചെയ്യാം എന്നൊക്കെ രീതിയിൽ. അപ്പൊ ചിലപ്പോൾ ഒരു പെട്ടെന്നുള്ളൊരു വലിയ മാറ്റം തന്നെ ആവശ്യമായിട്ട് വരുമെന്നായിരിക്കും. പിന്നെ എന്തത്, നമുക്കത് സാധിച്ചെടുക്കാനുള്ളൊരു ഒരു 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 ചുറ്റുപാടുണ്ടായിരിക്കാം, എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ഒരു ഐഡിയ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായി, പക്ഷെ അത് ചെയ്തെടുക്കാനുള്ള ആൾക്കാർ, ആ സാങ്കേതികമായ അറിവ്, അതിന് ആവശ്യമുള്ള ചെറുതെങ്കിലും ഉള്ള പണം, ഇതൊക്കെ ഉണ്ടെങ്കിലേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ചുറ്റുപാടുകളുണ്ടെങ്കിലേ അത് സാധിക്കുന്നുള്ളൂ. പിന്നെയുള്ളത് എത്രമാത്രം പേരെ ഇതുകൊണ്ട് ഗുണമുണ്ടാകുന്നതാണ്. ഇപ്പൊ എൻ്റെ മേശപ്പുറത്ത് ഞാൻ ചെയ്യുന്ന ഒരു നവീകരണം കൊണ്ട് എനിക്ക് മാത്രമായിരിക്കും പ്രയോജനം. ഒരുപക്ഷെ എൻ്റെ സമയം കുറച്ച് നന്നായി ചെലവഴിക്കുന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തിനും ചിലപ്പോൾ ഒരു ഗുണം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളൊരു പുതിയ രീതിയിലുള്ളൊരു എനർജി സോഴ്സ്, ഒരു പുതിയ ഊർജത്തിന്റെ ഒരു സോഴ്സ് നമ്മൾ കണ്ടെത്തുകയാണ്. അല്ലെങ്കിൽ ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം മാറ്റിയപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ ഉൽപാദനത്തിനുള്ള ചെലവ് കുറഞ്ഞു. അപ്പൊ ഇലക്ട്രിസിറ്റി നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടെ യൂണിറ്റ് ചാർജ് കുറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് രാജ്യത്തെ മുഴുവനും ചിലപ്പോൾ പ്രയോജനപ്പെടുത്തിയെന്നിരിക്കും. അതുപോലെ പ്രകൃതിക്ക് ദോഷമല്ലാത്ത രീതിയിൽ ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചാൽ, പിന്നെ വാഹനങ്ങൾ ഓടിക്കുന്നതിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ലോകം മുഴുവനും
ഹ്യൂമാനിറ്റി, ആ മനുഷ്യരെ എല്ലാവരെയും തന്നെ ബാധിക്കുന്ന ഒരു നവീകരണവുമാവാം. പിന്നെ ഒരു കാര്യം, ചില സമയത്ത് ഈ നവീകരണം കൊണ്ട് തന്നെ നമ്മൾ മറ്റേ കണ്ടെത്തലിലേക്കും കണ്ടുപിടുത്തത്തിലേക്കും ഒക്കെയുള്ള വഴിയിൽ കൂടി ചിലപ്പോൾ സഞ്ചരിച്ചെന്നിരിക്കാം, അതിലേക്ക് എത്തിപ്പെട്ടെന്നിരിക്കാം. ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കേണ്ടിയും വന്നിരിക്കും. നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും ടെലിഗ്രാം, പണ്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുമായിരുന്നതാണ്. പക്ഷേ ഈ ഇന്റർനെറ്റും മൊബൈൽ ഫോണും ഒക്കെ വന്നപ്പോൾ ഇന്നിപ്പോൾ ടെലിഗ്രാമിന്റെ ഒരു സാധ്യത തന്നെ ഇല്ലാതെയായി. അതങ്ങ് കാലത്തിന്റെ മറവിലേക്ക് തിരിച്ചു പോയൊരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ പറയുന്ന നവീകരണം ചെയ്യാനുള്ള ഒരു കഴിവ്, നവീകരണാത്മകത എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം, അത് ഒരു മനുഷ്യനും ഒരു സ്ഥാപനത്തിനും ഒക്കെ വളരെ ആവശ്യമായ ഒരു കാര്യമാണ്. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തെ നിരന്തരം നവീകരിക്കുന്നത് കൊണ്ട് ജീവിതത്തിന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ ആ ഒരു ഗുണനിലവാരം തന്നെ മാറിയെന്നിരിക്കും. പിന്നെ ഒരു സ്ഥാപനത്തിനൊക്കെ ഇങ്ങനെ നിരന്തരം നവീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പൊ പലപ്പോഴും ഒരു സ്ഥാപനത്തിന്റെ ഇന്നോവേറ്റീവ്നെസ് എന്ന് പറയും, നവീകരണാത്മകതയെ അളക്കാനുള്ള ചില ടെസ്റ്റുകൾ വരെ ഉണ്ട്. എത്രമാത്രം ഇന്നോവേറ്റീവ് ആണ് നിങ്ങളുടെ സ്ഥാപനം എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അതിനാവശ്യമായ ചില ഘടകങ്ങളായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത്, ഈ അതിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, അവിടെ പ്രവർത്തിക്കുന്നവർക്ക് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനുള്ളൊരു ഒരു സാഹചര്യം വേണം. അവരുടെ തന്നെ പുതിയ ഐഡിയകൾ കൊണ്ട് കുറച്ചെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഉള്ള സാഹചര്യം അവർക്കുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒരു സ്ഥാപനത്തിന് നവീകരണാത്മകത കൂട്ടുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്താണ് വേണ്ടത്? ഞാനിപ്പോൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെയും പ്രത്യേക ഗുണങ്ങൾ വേണോ എന്നുള്ള ചോദ്യത്തിന് പ്രധാനമായിട്ടും വേണ്ടത് നമുക്കൊരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, നമുക്ക് പുതിയ കാര്യങ്ങൾ സൃഷ്ടിപരത കൂടുതലുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിലും ഒരു മികവുണ്ടാവും. പിന്നെ ഒന്ന് ജിജ്ഞാസ തന്നെയാണ്. അതാണ് ഈ കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. അത് എന്ത് കാര്യം കാണുമ്പോഴും ഇതെന്താണ്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ അല്ലാതെ വേറൊരു രീതിയിലായിക്കൂടാ എന്നൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ജിജ്ഞാസ. അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് അത് വളരെ കൂടുതലായിട്ടുണ്ട്, നമുക്കറിയാം. അത് തന്നെയാണ് ഈ നവീകരണാത്മകതയ്ക്ക് വേണ്ട ഒരു കാര്യം. പിന്നെ ഒന്ന് ഇത് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, നമ്മളൊരു വ്യത്യസ്തമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കഴിവ്, അത് സൃഷ്ടിപരത തന്നെയാണ്. അപ്പം ഇതുവരെ പോയിക്കൊണ്ടിരുന്ന മാർഗത്തിലൂടെ അല്ലാതെ വേറൊരു പുതിയ വഴി ഉണ്ടോ എന്ന് അന്വേഷിക്കാനും ആ വഴിയിലേക്ക് പോകാനും ഒക്കെ കഴിയുന്ന ഒരു പ്രത്യേകത, ആ ഒരു കഴിവെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഗുണപരമാണ്. പിന്നെ ഒന്ന് ഇത് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ള ലോജിക്കൽ തിങ്കിങ് ആണ്. അതായത് നമ്മൾ യുക്തിപരമായിട്ട് ചിന്തിക്കുക. ഒരു എയിൽ നിന്നും സിയിലേക്ക് പോകുന്നത് ബി കൂടിയാണെങ്കിൽ, ബി ശരിയാണെങ്കിൽ, സാത്വാണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ. അതാണ് യുക്തിപൂർവമായ ചിന്ത. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കാനും അങ്ങനെ മാത്രം മുന്നോട്ട് പോകാനും അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടാൽ അവിടെ നിൽക്കാനും ഒക്കെയുള്ള ഒരു കഴിവ്, അത് നമുക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അതുപോലെയാണ് വളരെ കോൺസെൻട്രേഷൻ, വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള കാര്യം. പിന്നെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയും. അതായത് ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം, വലിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാതെ ഏത് ചെറിയ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതൊക്കെ ഒരു കഴിവാണ്, ഒരു സ്കില്ലാണ്, ഒരു പ്രത്യേക കഴിവ്. അത്തരം കഴിവുകളൊക്കെ ഉള്ളവർക്ക് ഇത്തരം ഇന്നോവേറ്റീവ്നെസ് കൂടുതലായിരിക്കും എന്ന് നമ്മൾ പൊതുവെ കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള നവീകരണം ചെയ്യാനുള്ള ഐഡിയ കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ് നമ്മുടെ ഈ പ്രഭാഷണത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് വരുന്നത്. അതിതാ, എന്താണത്? പ്രകൃതി തന്നെയാണ്. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി നമുക്ക് ധാരാളം ചെറിയ ചെറിയ ക്യൂസ് തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പല കാര്യങ്ങളും ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രകൃതിയിൽ നിന്ന് നമുക്ക് ധാരാളം ഐഡിയകൾ കിട്ടും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പം നമുക്കറിയാം, മനുഷ്യൻ ഈ പ്രപഞ്ചം വളരെ കാലമായി, ബില്യൺസ് ഓഫ് വർഷങ്ങളായി പ്രപഞ്ചമുണ്ടായിട്ട് 13.7 ബില്യൺ വർഷം മുമ്പാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു വിസ്ഫോടനം വഴി പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടി ഉണ്ടാവുകയാണ്. അതിനുശേഷം പിന്നീട് ഒരു 4 ബില്യൺ വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമി എന്ന് പറയുന്ന നമ്മുടെ ഈ ഗ്രഹം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇന്നിപ്പോ നമുക്കറിയാം ഭൂമി ഇങ്ങനെയാണ്, രാജ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്നിട്ട് ജീവന്റെ ഒരു പരിണാമം ഈ ഭൂമിയിലുണ്ടായി. ഒരുപാട് വർഷങ്ങൾ, ദശലക്ഷം വർഷങ്ങൾ ഉള്ള പരിണാമത്തിന്റെ അവസാനമാണ് നമ്മൾ മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടതെന്ന് നമുക്കറിയാം. അപ്പൊ അതൊരു നിരന്തര നവീകരണമാണ് അവിടെ നടന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പൂർവികനാണ്.
ആദിമ മനുഷ്യനാണ്. ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ആദ്യ മനുഷ്യനാണ്. അതൊരു 3 ലക്ഷം വർഷം മുമ്പാണ് ഈ ഭൂമിയിൽ ഉണ്ടായതെന്നാണ് നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ആദിമ മനുഷ്യൻ അന്ന് ഉണ്ടായിട്ട് പിന്നെ ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിലെ നമ്മളിലേക്കുള്ള ആ യാത്ര നമ്മളൊന്ന് ആലോചിച്ചാൽ അതിന് ഉള്ള ആ നിരന്തരമായിട്ടുള്ള നവീകരണത്തിനും കണ്ടുപിടുത്തത്തിനും ഒക്കെ പ്രകൃതി തന്നെയായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഗുരു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ചില ഉദാഹരണങ്ങൾ നമുക്കെടുക്കാം. ഇത് നല്ല എന്താണ് ആടുകളാണ്. ഈ വളരെ തണുപ്പ് രാജ്യങ്ങളിലുള്ള വളരെ തണുപ്പുള്ള സ്ഥലത്തിനെ അതിജീവിക്കാനുള്ള കെൽപ്പുള്ള ചെമ്മരിയാടാണ്. അപ്പം ആദ്യ മനുഷ്യന് നമുക്കറിയാം വളരെയധികം തണുത്തിരിക്കണം അല്ലേ, അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എങ്ങനെ ആയിരുന്നിരിക്കാം, ഈ തണുപ്പിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള ചിന്തയും പ്രകൃതിയിലുള്ള നിരീക്ഷണവും കാരണം ഇത്തരം ചെമ്മരിയാടുകളുടെ ആ തോലെടുത്ത് പുതച്ച് നമ്മുടെ ആ പൂർവികൻ തണുപ്പ് മാറ്റിയപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്തിരിക്കും. അങ്ങനെ ചെയ്തപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രകൃതിയിൽ നിന്നുള്ളൊരു പാഠമാണ് അന്ന് ഉൾക്കൊണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ പല രീതിയിൽ അത് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇത് പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ പ്രകൃതിയിൽ നിന്നും പല പാഠങ്ങളും പഠിക്കുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് കുറെ മുന്നോട്ടേക്ക് വന്നിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന അടുത്ത കാലത്തുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. പക്ഷികളാണ് അല്ലെ, പറക്കുന്ന പക്ഷികൾ. ഈ പക്ഷികളുടെ പറക്കൽ എന്ന് പറയുന്ന മനുഷ്യനെ എപ്പോഴും വളരെയധികം ഭ്രമിപ്പിച്ചിട്ടുള്ളതാണ്. മനുഷ്യനും പറക്കണം എന്നുള്ള ആ ഒരു തോന്നൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പോകാം, പക്ഷികളെ തന്നെ നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ പക്ഷികളുടെ ആ രീതി കൊണ്ട് എങ്ങനെ മനുഷ്യന് പറക്കാം എന്നൊരു ചിന്ത പലർക്കും ഉണ്ടായിട്ടുണ്ട്. 600 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ലിയനാർഡോ ദാവിഞ്ചി എന്ന് പറയുന്ന ആ ഒരു പ്രതിഭയ്ക്കും ഇങ്ങനെ തോന്നിയിരുന്നു. അങ്ങനെ പക്ഷികളുടെ പറക്കലിൽ നിന്ന് അതിനെ ഒരു മോഡലാക്കിക്കൊണ്ട്, അതിനെ ഒരു മാതൃകയാക്കിക്കൊണ്ട് ഡാവിഞ്ചി സൃഷ്ടിച്ച ചില മോഡലുകളാണിത്, മാതൃകകളാണിത്. ഇങ്ങനെയുള്ള ചിറകുകൾ ഉണ്ടാക്കിയാൽ അത് വെച്ച് പിടിപ്പിച്ചിട്ട് മനുഷ്യന് പറക്കാൻ പറ്റും എന്ന് അദ്ദേഹം വിചാരിച്ചു. പക്ഷെ ഈ ഡിസൈൻ ഒരു പ്രോഡക്റ്റ് ആയിട്ട് വന്നില്ല. കാരണം അന്നത്തെ കാലത്ത് അത്തരം ഒരു സാങ്കേതികത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഡാവിഞ്ചിക്ക് ഇത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് അത് വെച്ച് പറക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാൻ സാധിച്ചില്ല. പക്ഷെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ വേറെ ചില ജീവികളുണ്ട്, ആൽബട്രോസ് എന്നൊക്കെ പറയുന്ന ജീവികൾ. അതായത് അവർ ചിറക് അടിച്ചല്ല, അല്ലാതെ ചിറക് ഇങ്ങനെ വെച്ചിട്ട് ഈ അന്തരീക്ഷത്തിലൂടെ ഗ്ലൈഡിംഗ് എന്ന് പറയും, ഗ്ലൈഡ് ചെയ്ത് പറക്കുന്ന ചില ജീവികൾ, ചിലതരം പക്ഷികൾ അല്ല. അപ്പൊ ഇവരുടെ ഈ ചലനം വീക്ഷിച്ചിട്ട് അത് ഉപയോഗിച്ച് തന്നെയാണ് ആദ്യമായിട്ട് നമ്മൾ മനുഷ്യരും ഗ്ലൈഡേഴ്സ് ഉണ്ടാക്കിയത്. ഇത് 19-ാം നൂറ്റാണ്ടിന്റെ ഇടഭാഗത്താണ്, 1860-കളിലൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇങ്ങനത്തെ ഗ്ലൈഡർ ശരിക്കും ആ ഗ്ലൈഡിങ്ങിന്റെ ഒരു കോപ്പി കുറച്ചൊക്കെ അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് നമുക്കറിയാം ഈ വിമാനം ഉണ്ടാക്കുന്ന ശ്രമത്തിൽ ആദ്യമായിട്ട് വിജയിച്ചത് റൈറ്റ് ബ്രദേഴ്സ് ആണ് അല്ലെ, റൈറ്റ് സഹോദരന്മാരാണ്. 1903 അവരുണ്ടാക്കിയ വിമാനമാണിത്. ഇത് ശരിക്കും പറന്നു, നമ്മുടെ ആദ്യമായിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്നത്, വായുവിനേക്കാൾ ഭാരമുള്ള ഒരു വസ്തു വായുവിലൂടെ നീങ്ങിയതാണ്, മനുഷ്യർ നീക്കിയതാണ്. പക്ഷെ ഇതിന് ഒരു പക്ഷിയുമായിട്ട് അത്ര വലിയ സാമ്യം നമുക്ക് തോന്നുന്നില്ല അല്ലേ, തോന്നുന്നില്ല. പക്ഷെ പിന്നീട് നമുക്കുണ്ടായിട്ടുള്ള ഇതാണ് ഇന്നത്തെ നമ്മുടെ എയ്റോപ്ലെയിൻ എന്ന് പറയുന്നത്, നമ്മുടെ വിമാനങ്ങൾ. ഈ വിമാനങ്ങളും കണ്ടാൽ ഒരു ചിറകടിച്ച് പറക്കുന്ന പക്ഷിയല്ല, പക്ഷെ ഒരു പക്ഷിയുടെ പറക്കലിൽ നിന്നുള്ള പല പ്രിൻസിപ്പിൾസ്, അതിൻ്റെ ആ കാര്യങ്ങൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനെയുള്ള പ്രകൃതി പാഠങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം അതാണ്. കാരണം പലപ്പോഴും പ്രകൃതിയെ അപ്പാടെ കോപ്പി ചെയ്യുകയല്ല നടക്കുന്നത്. പ്രകൃതി ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമാണ് പ്രകൃതിയിലുള്ളത്. അതിൻ്റെ എന്താണോ അതിൻ്റെ ആ സാധുവായിട്ടുള്ള തത്വം എന്നുള്ളത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിൻ്റെ രൂപം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അതിനെ നടപ്പിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ വിമാനം തന്നെ. ഇങ്ങനെ ചെയ്യുന്നതിന് ഒരു 50-60 വർഷം മുമ്പ് അതിനൊരു പേരിട്ടിട്ടുണ്ട്. അതാണ് ബയോമിമിക്രി അഥവാ ബയോമിമറ്റിക്സ് അല്ലെങ്കിൽ ബയോണിക്സ് എന്ന് പറയും. അതായത് പ്രകൃതിയെ നോക്കി അതിനെ അനുകരിക്കുകയോ അതിൽ നിന്ന് ഉത്തേജനം ലഭിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം മുന്നോട്ട് പോയിട്ടുള്ളൊരു മേഖലയുമാണ്. ഇതിന്റെ ചില ഉദാഹരണങ്ങളും കൂടി നമുക്ക് കാണാം, താല്പര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു തിമിംഗലമാണ്, വെയിൽ എന്ന് പറയുന്ന തിമിംഗലമാണ്. ഈ
കടലിനടിയിലൂടെയുള്ള തിമിംഗലങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ അന്തർവാഹിനികൾ ഉണ്ടാക്കാനായിട്ട് വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരുടെ രീതി എന്താണ്, ഇവരുടെ ശരീരത്തിന്റെ ആ ഷേപ്പ് എന്താണ്, അതുപോലെ തന്നെ അവരെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അവര് ശബ്ദം ഉപയോഗിച്ചിട്ടാണ് സോണാർ. ശബ്ദം മുന്നോട്ട് പോയി ഏതെങ്കിലും തടസ്സത്തിൽ പോയി പ്രതിഫലിച്ച് തിരിച്ചു വരുന്നതിനെ മനസ്സിലാക്കിയാണ് തടസ്സങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി തടസ്സങ്ങൾ പൊടിയല്ലാതെ പോകുന്നത്. അപ്പൊ ആ ഒരു സോണാർ എന്ന് പറയുന്ന ആ സിസ്റ്റം ഒക്കെ തന്നെയാണ് നമ്മുടെ അന്തർവാഹിനികൾക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടാൽ തന്നെ അറിയാം, ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം തിമിംഗലം എത്രമാത്രം ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രചോദനമായിട്ടുണ്ട് എന്നുള്ളത്. ഇത് മറ്റൊരു ഉദാഹരണമാണ്. ഇത് നമുക്കറിയാം, നമ്മൾക്ക് ചിലപ്പോൾ ഇപ്പം മ്യൂസിയത്തിലൊക്കെ പുല്ലിൽ പോയി ഇരുന്ന് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ പുല്ല് പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കാണും, ഇല്ലേ? ചിലത് വലിച്ചു കളയാൻ തന്നെ പ്രയാസമാണ്, ആ രീതിയിൽ ഇരിക്കുന്നത് കാണാം. ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുന്നതാണ്. ഈ 1941 ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഈ ആൽപ്സ് പർവ്വതനിരയിൽ അദ്ദേഹത്തിൻ്റെ നായ ഉണ്ടായിരുന്നു. നല്ല കൂടെയൊക്കെ ഉള്ള നായയാണ്, രോമങ്ങൾ ധാരാളമുള്ള നായ. ആ നായുമായിട്ട് ഒരു ദിവസം വേട്ടയ്ക്ക് പോയതാണ്. രാവിലെ പോയി വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് സ്വന്തം വസ്ത്രങ്ങളിലും ഈ നായയുടെ രോമങ്ങളിലും ഒക്കെ തന്നെ ഇത്തരം ഒരു പുല്ലിൻ്റെ ഇത് പഠിച്ചിരിക്കുകയാണ്. അത് വാസ്തവത്തിൽ അതിൻ്റെ വിത്ത് വിതരണത്തിനുള്ളൊരു മാർഗമാണ്. ഈ ആ ഒരു പുല്ലിൻ്റെ ഇതിൻ്റെ ബർഡക് ഫർ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പുല്ലാണ് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ഒരു എന്താ പറയുക, ആ പറയുന്ന ജിജ്ഞാസയുള്ള ഒരാളായതുകൊണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ചോദ്യം ചോദിക്കുകയും ആ ബർഡക് ഫറിൻ്റെ അതിനെ ഒരു ഇങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ അതിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്തു. അപ്പൊ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പുല്ലിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചെറിയ കൊളുത്തുകളുണ്ട്, ഇങ്ങനെയൊക്കെ. നമ്മുടെയൊക്കെ ഈ വസ്ത്രത്തിലൊക്കെ നൂലിൻ്റെ എന്താ പറയണ്ടേ ലൂപ്പുകളുണ്ട്, ഇങ്ങനെ ചുറ്റുകളുണ്ട്. ആ ചുറ്റിലാണ് ഇത് കയറി പിടിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെയാണ് നായയുടെ ശരീരത്തിൽ. ഇത് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ ഒരു ഐഡിയ ഉണ്ടായി, ഇത് എന്തുകൊണ്ട് എനിക്കിത് ഉപയോഗിച്ചുകൂടാ. ഒരു 10 വർഷം പരീക്ഷണങ്ങൾ നടത്തി പലതരത്തിലുള്ള മെറ്റീരിയലിലെ പരീക്ഷണം നടത്തിയിട്ടാണ് അവസാനം അദ്ദേഹം കണ്ടെത്തിയതാണ് ഇന്ന് നമ്മൾ വളരെ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഈ വെൽക്രോ എന്ന് പറയുന്നത്. അത് 2 കഷ്ണങ്ങളാണ്, നൈലോൺ കഷ്ണങ്ങളാണ്. ഒന്നിൽ ഇതുപോലെയുള്ള ലൂപ്പുകളാണ്, മറ്റേതിൽ കൊളുത്താണ്. രണ്ടും കൂടെ വെച്ച് ചേർത്ത് നമ്മളൊന്ന് ഞെക്കി കഴിയുമ്പോഴേക്കും അത് ഒട്ടിയിരിക്കും, പക്ഷെ വലിച്ചു മാറ്റാനും പറ്റും. അപ്പോൾ വീണ്ടും ഉപയോഗിക്കാം. അപ്പം ഇത് നമ്മൾ ചെരുപ്പുകളിൽ ഉപയോഗിക്കുന്നു, ബാഗുകളിൽ ഉപയോഗിക്കുന്നു, വസ്ത്രങ്ങളിൽ ഉപയോഗിക്കുന്നു, പലയിടത്തും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിന് പേറ്റൻ്റൊക്കെ എടുക്കുകയും അദ്ദേഹത്തിന് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ്. വെൽക്രോ ഒരു ബയോണിക്സിൻ്റെ ഒരു ഉദാഹരണമാണ്. മറ്റൊരു കാര്യം നമ്മൾ കാണാറുണ്ട്, ഈ ഇതുപോലെയുള്ള പല്ലികൾക്കെല്ലാം മുകളിൽ കൂടെ ഒക്കെ നടക്കാൻ പറ്റും, ഇല്ലേ? ഒരു താഴെ വീഴില്ല, എങ്ങനെയോ അവർക്ക് പിടിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടിട്ട് ഇതെങ്ങനെയാണ് എന്നുള്ള ചോദ്യം വീണ്ടും ചോദിക്കപ്പെടുകയും അതിനെക്കുറിച്ച് മനസ്സിലായത് ഇത്തരം പല്ലികൾക്ക് മാത്രമല്ല മറ്റു പലത്തിനും ഉണ്ട് ആ ഒരു സ്വഭാവമുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു ഇങ്ങനെ ജെക്കോ എന്ന് പറയുന്ന തരം ഒരു പല്ലിയെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അതിൻ്റെ ഈ കൈയിൻ്റെ കാലിൻ്റെ ഒക്കെ അടിയിൽ വളരെ ചെറിയ രോമങ്ങളുണ്ട്, വളരെ ചെറിയ രോമങ്ങൾ, നാനോ ആയിട്ടുള്ള രോമങ്ങൾ. ഇതിനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഒട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് നമുക്കും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ശ്രമം നടത്തുകയും പല മേഖലയിൽ ആ ശ്രമം നടന്നു. ഈ അമേരിക്കയിലെ ഈ സ്പേസിൻ്റെയൊക്കെ മേഖലയിൽ ജോലി ചെയ്യുന്ന ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ അതിന് വേണ്ടിയിട്ടുള്ളൊരു പാർട്ടിക്കിൾ ഉണ്ടാക്കുകയും ചെയ്തു, ഒരു സർഫസ്. അതിൽ ഇതേ സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് അവരങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഗ്ലൗസ് നമ്മുടെ കയ്യിലിട്ടാൽ നമുക്ക് ഇതുപോലെ തന്നെ വെറുതെ ഭിത്തിയിൽ ഇങ്ങനെ തള്ളിപ്പിടിച്ചുകൊണ്ട് അവിടെ ഒട്ടിയിരിക്കാൻ പറ്റുകയാണ്. അപ്പം ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇപ്പം ശൂന്യാകാശത്തിൽ പല പ്രവർത്തനങ്ങൾ നടത്താൻ, വളരെയധികം ഭാരം ചുമക്കാൻ, റോബോട്ടുകൾക്ക് ഭാരം ചുമക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള പല പ്രയോജനങ്ങളുമാണ് വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ ഭാവിയിൽ നമുക്ക് അറിയാം, ഈ സ്പൈഡർമാനെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതുപോലെയുള്ള ഡ്രസ് മെറ്റീരിയൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ കിട്ടും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം, ഇതുപോലെ മുകളിലൊക്കെ കയറി നടക്കാനായിട്ട്. നമ്മൾ വേറൊരു ഉദാഹരണത്തിലേക്ക് വരികയാണ്. നമുക്കറിയാം, ജപ്പാനിൽ ചില ബുള്ളറ്റ് ട്രെയിനുകൾ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ വേഗതയിൽ പോകുന്ന ട്രെയിനാണ്, 300 കിലോമീറ്ററാണ് ഒരു മണിക്കൂറിൽ, 300 കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുന്ന ബുള്ളറ്റ് ട്രെയിൻ. അപ്പോൾ ഈ ട്രെയിനുകൾ വികസിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഇടയ്ക്ക് ആ പോകുന്ന വഴിയിലൊക്കെ തുരങ്കങ്ങളും ഉണ്ട് പല സ്ഥലത്തും. പ്രത്യേകിച്ചും തുരങ്കത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്ന സമയത്ത് വളരെ വലിയ ശബ്ദം ഉണ്ടാകുമായിരുന്നു. അതിന് സോണിക് ബൂം എന്നാണ് പറയുന്നത്.
അത് വായുവിന്റെ പ്രഷറിൽ, മർദ്ദത്തിൽ പറ്റുന്ന വ്യത്യാസം കൊണ്ടാണ്. വളരെ മർദ്ദത്തിലിരിക്കുന്ന വായു പെട്ടെന്ന് വെളിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ്. അപ്പൊ അതൊരു വലിയ ശബ്ദമായി അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പ്രശ്നമായി മാറി. ഇതിനെങ്ങനെയാണ് ഇതിനൊരു പരിഹാരം എന്നുള്ളൊരു ചിന്ത വന്നിട്ട് അന്ന് അതിൽ പ്രവർത്തിച്ചിരുന്ന ചിലരെ വളരെ ആകർഷിച്ച ഒരു ജീവിയാണിത്. കിങ് ഫിഷർ എന്ന് പറയുന്ന ഈ പക്ഷി വളരെ വേഗതയിൽ വന്ന് ഈ അടിയിലേക്ക് ഊളിയിടും, ഈ കടലിൻ്റെയൊക്കെ അടിയിലേക്ക് ഊളിയിടും. ഒരു ചെറിയ ചലനം പോലും ഉണ്ടാക്കാതെ താഴേക്ക് പോകുന്നതായിട്ട് മനസ്സിലായി. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ഈ ട്രെയിൻ തന്നെ റീഡിസൈൻ ചെയ്തു. ഇതാണ് ഷിൻകാസൻ എന്നാണ് ഈ ട്രെയിനിന്റെ പേര്. അതുപോലെ തന്നെയുള്ള ഒരു മുൻവശം ആ ട്രെയിനുണ്ടാക്കി ആ രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്ത് ആ ട്രെയിൻ ഓടിച്ചപ്പോഴേക്കും ഈ സോണിക് ബൂം വളരെയധികം കുറഞ്ഞു. ആ ശബ്ദം കുറഞ്ഞു എന്ന് മാത്രമല്ല, ട്രെയിൻ വളരെ വേഗതയിലും കുറഞ്ഞ അളവിലുള്ള ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടും ഓടാനും സാധിച്ചു. അപ്പോൾ ഇതൊരു ബയോമിമെറ്റിക്സിന്റെ നല്ലൊരു ഉദാഹരണമാണ്. ഇതൊരു പ്രശ്ന പരിഹാരം എന്നുള്ള ആ ഒരു ഇതാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇത് നമുക്കൊക്കെ അറിയാവുന്ന ടെർമൈറ്റ്സ് ആണ്. എന്താണ്? ചിതൽപുറ്റ്. അതെ. അപ്പൊ ഈ ചിതൽപുറ്റുകൾ നമ്മുടെ മരുഭൂമികളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ആഫ്രിക്കയിലൊക്കെ ധാരാളമായിട്ടുണ്ട്. വലിയ പുറ്റായിരിക്കും. അപ്പൊ ഈ പുറ്റുകളിൽ കാണുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വെളിയിലത്തെ അന്തരീക്ഷ താപം എന്ന് പറയുന്നത് 40 ഡിഗ്രി മുതൽ 0 ഡിഗ്രിയോട് അടുത്ത് വരെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, രാത്രിയും പകലും എന്നുള്ള ആ വ്യത്യാസത്തിൽ. പക്ഷേ ചിതൽപുറ്റിനകത്തുള്ള താപം അങ്ങനെ മാറുന്നില്ല. അത് ഏകദേശം ഒരു എയർ കണ്ടീഷൻ ഉള്ളതുപോലെ ഒരു പ്രത്യേക താപത്തിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതെങ്ങനെയാണ്? വീണ്ടും ചോദ്യമാണ്, ഇതെങ്ങനെ, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അപ്പൊ അത് മനസ്സിലാക്കിയപ്പോൾ ഈ ചിതൽപുറ്റുകൾക്ക് ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, മുകളിലും ഉണ്ട് താഴെയൊക്കെ ഉണ്ട്. അപ്പൊ ഈ സുഷിരങ്ങളിലൂടെ നാച്ചുറലായിട്ട് ഈ വായു ഇങ്ങനെ മാറുകയാണ്. ചൂടുവായു മുകളിലേക്ക് പോവുകയും തണുത്ത വായു താഴേക്ക് പുതുതായിട്ട് വരികയൊക്കെ ചെയ്യുന്ന ആ സ്വഭാവം അതിനുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പൊ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സിംബാബ്വേയിൽ ഉണ്ടാക്കിയ ഒരു കെട്ടിടമാണിത്. ഈസ്റ്റ് ഗേറ്റ് കെട്ടിടം എന്നാണ് ഇതിന്റെ പേര്. ഇത് ഒരു വ്യാപാര സ്ഥാപനവും പല ഓഫീസുകളും ഒക്കെ ഉള്ള ഒരു വലിയ സ്ഥാപനമാണ്. കാരണം വലിയ കെട്ടിടമാണ്, 3 നില കെട്ടിടം, പല നിലകളുണ്ട്. അപ്പൊ ഈ കെട്ടിടത്തിന് ഒരു എയർ കണ്ടീഷണർ ഇല്ലാതെ തന്നെ ഈ താപത്തിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന് ചിതൽപുറ്റിന്റെ സ്വഭാവം അതേപടി ഉപയോഗിക്കുന്ന എന്നുള്ളതല്ല, അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, ആ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന സാമഗ്രികൾക്ക് താപം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. കുറേ താപം അത് തന്നെ വലിച്ചെടുക്കും. പിന്നെ സൂര്യപ്രകാശം അത് നേരിട്ട് പതിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള താപം കുറവായിരിക്കും. പിന്നെ രാത്രി ആകുമ്പോഴേക്കും താഴേന്ന് തണുത്ത കാറ്റ് അല്ലെങ്കിൽ കാറ്റ് ഇങ്ങനെ മുകളിലേക്ക് പ്രസരിപ്പിക്കുകയും അതിനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ചൂട് കാറ്റ് മുകളിൽ നിന്ന് വെള്ളിലേക്ക് വിടുകയും ചെയ്ത് അങ്ങനെ അതിനെ തണുപ്പിക്കുകയുമാണ്. അപ്പൊ ഇതിന്റെ ഒരു അനുഭവം പറഞ്ഞിരിക്കുന്നത്, ഇത് പറഞ്ഞ പോലെ അതിനുവേണ്ടി ആ കെട്ടിടത്തിനെ വളരെ സുപ്രദമായിട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള ചെലവ് വളരെയധികം കുറഞ്ഞു. ആ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ചിതൽപുറ്റാണ് ഇതിന്റെ ഒരു പ്രചോദനം. ഇനി കുറച്ച് ഉദാഹരണങ്ങളും കൂടെ നമുക്ക് കാണാം. ഇത് മറ്റൊരു ഉദാഹരണമാണ്. ഇപ്പൊ നമുക്കറിയാം, വലിയ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ ഗ്ലാസ് കൊണ്ടുള്ള കെട്ടിടങ്ങൾ ധാരാളമുണ്ട്, ഇല്ലേ? വളരെ ഒരു മുൻവശം മുഴുവനും ഗ്ലാസ് ആയിരിക്കും. അപ്പൊ ഇത്തരം കെട്ടിടങ്ങൾ, പല നിലയുള്ള വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ പക്ഷികൾ ഇത് കാണുന്നില്ല, ഈ ഗ്ലാസ് കാണുന്നില്ല. അപ്പൊ അത് ഇങ്ങനെ വന്ന് ഇടിച്ച് ചത്തുപോകും. അപ്പൊ അങ്ങനെ ധാരാളം പക്ഷികളുടെ മരണത്തിനിടയാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി. അപ്പൊ അതിനെന്താണൊരു പരിഹാരം എന്നുള്ളൊരു ചിന്തയും കൂടി വന്നു. അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ വലിയ കെട്ടിടങ്ങളുടെയൊക്കെ അറ്റത്ത് ചിലപ്പോൾ ചിലന്തി വലകൾ കാണും. ആ വലയിൽ പക്ഷിയൊന്നും ചെയ്യുന്നില്ല. എന്തുകൊണ്ടോ വലയെ തകർക്കുന്നില്ല. അപ്പൊ അതെന്തുകൊണ്ടാണ്? അത് മനസ്സിലാക്കിയപ്പോഴാണ് ചിലന്തി വലകൾക്ക് അൾട്രാ വയലറ്റ് റേഡിയേഷനെ ഇങ്ങനെ തിരിച്ച് എന്താ പറയണ്ടേ, എന്നെ റിഫ്ലക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ അൾട്രാ വയലറ്റ് റേഡിയേഷൻ നമ്മൾ കാണുന്നുമില്ല, പക്ഷെ അവർ കാണുന്നുണ്ട്, പക്ഷികൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കാണുന്നത് കൊണ്ടാണ് അവിടെ വരാത്തത് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ വന്നപ്പോൾ ഒരു പുതിയ തരം ഗ്ലാസ് ഡിസൈൻ ചെയ്തു. കാണാൻ പറ്റുന്നുണ്ടോ? അതിൽ ചെറിയ ഉള്ളില് ഇങ്ങനെ ഇതായിട്ട് വെച്ചിട്ടുണ്ട്. അത് അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഇതുപോലെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് നമുക്ക് കണ്ടാൽ വെറും പ്ലെയിൻ ഗ്ലാസ് പോലെ തന്നെ ഇരിക്കും. പക്ഷെ പക്ഷികൾക്ക് ചിലന്തി വല കാണുന്നത് പോലെ തന്നെ ഇതിനെ കാണാൻ സാധിക്കും. അത് അങ്ങോട്ട് വന്ന് ഇടിക്കുകയുമില്ല.
അപ്പൊ ഇത് ബേർഡ് ഫ്രണ്ട്ലി ഗ്ലാസ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ധാരാളമായിട്ട് ഈ പക്ഷികളുടെ മരണത്തിനെ കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഇത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഉദാഹരണമാണ്. താമര ഇലയാണ്. താമര ഇലയിൽ വെള്ളം നിൽക്കാതെ ഇങ്ങനെ പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിലുള്ള എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതും പോകും ആണല്ലോ. അപ്പൊ ഇതൊരു ഹൈഡ്രോഫോബിസിറ്റി എന്ന് പറയുന്ന ഒരു സ്വഭാവമാണിത്, ആ ഒരു ഇലയുടെ സ്വഭാവം. വീണ്ടും ഇതെന്തുകൊണ്ട് എന്ന ചോദ്യം വന്നു. അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഇലയുടെ ആ ഒരു പ്രതലത്തിലുള്ള വളരെ ചെറിയ ഒരു നിമ്നോന്നതങ്ങളുണ്ട് ആ ഇലയുടെ പുറത്ത്, കയറ്റ താഴ്ചകളും പൊക്കങ്ങളും ഉണ്ട്. അപ്പൊ അത് കാരണവും പിന്നെ അതിലുള്ളൊരു പ്രത്യേകതരം കോട്ടിങ്ങും അതിൻ്റെ പുറത്തുണ്ട്. അതുകൊണ്ടാണ് ഈ വെള്ളം പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കി. നമുക്കറിയാം അതുപോലെയുള്ള പലതരത്തിലുള്ള കോട്ടിങ്സ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ വെള്ളം നിൽക്കുന്നില്ല. അത് വെച്ച് നമ്മൾ വെള്ളം മാത്രമല്ല ഓയിൽ, എണ്ണയൊക്കെ ഇതുപോലെ കളയുന്ന തരത്തിലുള്ള വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ചെരുപ്പുകൾ, മേശവിരികൾ എന്ന് മാത്രമല്ല വേറെയും പല ഉപയോഗങ്ങളുണ്ട്. കപ്പലിലൊക്കെയുള്ള പെയിന്റ്. അപ്പം അതായത് അപ്പോൾ അതിന് കൊറോഷൻ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. വെള്ളത്തിൽ അടുത്ത് കൂടുതൽ ഉണ്ടാകുമ്പോഴാണല്ലോ ഈ ഇങ്ങനെ കൊറോഷൻ ഉണ്ടാകുന്നത്. അപ്പം അതുണ്ടാവില്ല എന്നൊക്കെയുള്ള പ്രയോജനങ്ങൾ. ഇതൊരു എന്താണ്, തേനീച്ചക്കൂടാണ്. ഈ തേനീച്ചക്കൂട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ധാരാളം തേനീച്ചകളുണ്ട്. പല കാര്യങ്ങൾ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. വളരെ ഒരു ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ തേനീച്ചക്കൂട്. എപ്പോഴും നമ്മൾ പറയുമല്ലോ തേനീച്ചക്കൂട്ടിലെ പോലെയുള്ള പ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു സെൻട്രൽ കൺട്രോൾ ഒന്നുമില്ല. ഒരാള് മാനേജറായിട്ട് നിന്ന് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്ന് പറയുന്നില്ല. തേനീച്ചകൾ അവരാ കൂട്ടിൽ എവിടെയാണ് എന്നുള്ളതനുസരിച്ച് ആവശ്യമുള്ള പ്രവൃത്തി എന്താണെന്ന് അറിഞ്ഞ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് പോലെ. അതിന് സ്വാം ഇന്റലിജൻസ് എന്നാണ് നമ്മൾ അതിന് പേരിട്ടിട്ടുള്ളത്. അപ്പൊ ആ രീതിയിലുള്ള തേനീച്ചക്കൂടിന്റെ പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു രീതി നമ്മൾ ഇന്ന് ഉപയോഗിച്ചിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതതിൻ്റെ തന്നെ ഉദാഹരണമാണ്. ഉപയോഗിച്ചിട്ടുള്ളൊരു സ്ഥലമാണിത്. അതായത് നമ്മുടെ വലിയ പവർ ഗ്രിഡുകൾ, അതായത് ഇലക്ട്രിക് പവർ ഒരു ഭാഗത്തുനിന്ന് വളരെ ദൂരത്തേക്ക് കൊണ്ടുപോകുന്ന തരം ഗ്രിഡുകളുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇതുപോലെയുള്ള സെൻട്രൽ കൺട്രോൾ അല്ലാതെ ഏത് രീതിയിൽ എങ്ങോട്ടൊക്കെയാണ് ഇപ്പോൾ എത്ര പവർ അങ്ങോട്ട് പോകണം, എത്ര ഇങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള ആ തീരുമാനങ്ങൾ അവിടെ തന്നെയുള്ള ലോക്കൽ കൺട്രോളേഴ്സ് തമ്മിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിക്കും. എങ്കിലും ഒരു പ്രത്യേക ഒരു സിംഗിൾ കൺട്രോൾ ഇല്ലാതെ തന്നെ അവിടെ ആ ഒരു രീതി ചെയ്യുന്നത് ഇന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോബോട്ട്സുകൾ, ഒരുപാട് റോബോട്ടുകൾ ഒന്നിച്ച് ചേർന്ന് എന്തെങ്കിലും ചെയ്യുന്നതിലും ഈ സ്വാം ഇന്റലിജൻസിൻ്റെ എന്നുള്ള ആ ഒരു തത്വം ഉപയോഗിക്കുന്നതായിട്ട് ഇന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. തേനീച്ചകൾ തന്നെയാണ്. തേനീച്ചക്കൂട്ടിലെ തന്നെ ഒരു ഉദാഹരണം കൂടി പറയുകയാണ്. ഈ തേനീച്ചക്കൂട്ടിൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ ഒരു ഹെക്സാഗണൽ രൂപത്തിലുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് കാണാം. ഈ സ്ട്രക്ചറിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ടൈറ്റായിട്ട് പാക്ഡ് ആണ് അല്ലേ. എല്ലാം ഒന്നിച്ച് ചേർന്നിങ്ങനെ ഇരിക്കണം. ഇടയ്ക്ക് അങ്ങനെ സുഷിരങ്ങളൊന്നും ഇല്ല. എന്നാൽ വളരെയധികം വളരെ കുറഞ്ഞ ഈ ആ വസ്തു ഉപയോഗിച്ച് തന്നെ വളരെയധികം ബലമുള്ള ഒരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ട്. ഇതിനെ നമ്മൾ ഹണികോംബ് സ്ട്രക്ചർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇന്നിപ്പോൾ അലൂമിനിയം, കോമ്പോസിറ്റുകൾ അങ്ങനെയുള്ള പല തരം മെറ്റീരിയൽ ഉപയോഗിച്ച് ഇത്തരം ഹണികോംബ് സ്ട്രക്ചറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അപ്പം ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, അധികം വസ്തുക്കൾ വേണ്ട, എന്നാൽ നല്ല ബലവുമുണ്ട്. അപ്പം അതുപോലെയുള്ള ഉപയോഗങ്ങൾക്ക് ഇപ്പം എയർക്രാഫ്റ്റുകളിൽ, റോക്കറ്റ് സ്ട്രക്ചേഴ്സിലെല്ലാം ഈ ഹണികോംബ് സ്ട്രക്ചർ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ആ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ തേനീച്ചക്കൂടാണ്. മറ്റൊരു ഉദാഹരണം ഇത് വുഡ് വാസ്പ് എന്ന് പറയും. അതായത് ഈ ചില തടികളിലേക്ക് അകത്തേക്ക് ഇങ്ങനെ തുരന്ന് പോകുന്ന തരം ഒരു ചെറിയ ജീവി, അതിനകത്ത് പോയി മുട്ടയിടാനാണ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിങ്ങനെ പോയപ്പോൾ വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നില്ല. അപ്പം നമ്മുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഈ ബ്രെയിൻ സർജറി ഒക്കെ നടത്തുന്ന സമയത്ത് ഇതുപോലെയുള്ളൊരു ഉപകരണം നമുക്കുണ്ടെങ്കിൽ ഇങ്ങനെ തുരന്നകത്തേക്ക് പോയി കൃത്യമായിട്ട് എവിടെയാണോ പോയി പ്രവർത്തിക്കേണ്ടത് അവിടെ മാത്രം പ്രവർത്തിക്കുക. ശരിക്കും ശാസ്ത്രജ്ഞർ ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അത്തരത്തിലുള്ളൊരു ഇഞ്ചക്ഷന് വേണ്ടി മാത്രമല്ല ഇതുപോലെയുള്ള ബ്രെയിൻ സർജറിക്കൊക്കെയുള്ള ഒരു ഉപകരണം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. ഇത് മറ്റൊരു പ്രചോദനമാണ്, അത് വൈറസാണ്. അപ്പോൾ വൈറസിന്റെ ഒരു കാര്യം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം പോയി അത് എഫക്ട് ചെയ്യും ഇല്ലേ.
മൊത്തമായിട്ടല്ലാതെ ഏതെങ്കിലും ഒരു അവയവത്തിനെ മാത്രം, അങ്ങനെ കൃത്യമായിട്ട്. അപ്പം ഈ ക്യാൻസറിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഡോക്ടർമാർക്കുള്ളൊരു പ്രശ്നം അതാണ്. അതായത് നമ്മളൊരു മരുന്ന് കൊടുത്താൽ അത് ക്യാൻസർ ബാധിച്ച കോശങ്ങളെ മാത്രമല്ല, അതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടാക്കും, മറ്റ് കോശങ്ങളെയും ബാധിക്കാം. അപ്പം അങ്ങനെ അല്ലാതെ കൃത്യമായിട്ട് ആ പ്രശ്നമുള്ളിടത്ത് മാത്രം പോകുന്ന തരം ഒരു നാനോ പാർട്ടിക്കിൾ, ചെറിയ പാർട്ടിക്കിൾ ഉണ്ടാക്കാനുള്ളൊരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ഈ വൈറസുകളാണ്. ഇങ്ങനെ ഇതാണ് ഉദ്ദേശം. അത് പരിപൂർണമായി അതിൻ്റെ ആ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊരു ഉദാഹരണമാണ്. ബോറടിച്ചെങ്കിൽ ഉദാഹരണങ്ങൾ നിർത്താം, മുന്നോട്ട് പോട്ടെ. ഇത് ഹൈന എന്ന് പറയുന്ന ജീവിയാണ്. നമുക്കറിയാം വളരെ വേഗത്തിൽ ഓടുന്ന ഒരു ജീവിയാണ് ഹൈന. ഏറ്റവും കൂടുതൽ വേഗത്തിൽ ഓടുന്ന ജീവി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ വളരെ സ്മൂത്ത് അല്ലാത്ത ഒരു പ്രതലത്തിലൂടെ പോകാൻ നമുക്ക് ചക്രങ്ങളെക്കാളും പ്രചോദനം കാലുകൾ തന്നെയാണ്. 4 കാലിൽ നടക്കുന്നത് തന്നെയാണ് ഒരു ചക്രം ഉരുട്ടുന്നതിനേക്കാളും പ്രയോജനം ഉണ്ടാവുന്നത്. നമ്മുടെ റോബോട്ടുകളുടെയൊക്കെ ചലനത്തിന് വേണ്ടി ഒരു നല്ല മാതൃകയായിട്ട് ഈ ഹൈനയെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കിയാൽ അതിനായിരിക്കും പെട്ടെന്ന് പ്രത്യേകിച്ചും അൺഈവൻ ടെറൈൻ, അങ്ങനെ നിമ്നോന്നതങ്ങളുള്ള ഒരു സ്മൂത്ത് അല്ലാത്ത ഒരു സർഫസിൽ നമുക്ക് ആലോചിക്കാം. ഇപ്പം ചന്ദ്രൻ ഒക്കെ ഇറങ്ങേണ്ട ഒരു റോബോട്ടിന് അവിടെ ഒരു തരത്തിലും ഒരു സ്മൂത്ത് സർഫസ് അല്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തുള്ള ഉപയോഗങ്ങൾക്ക് അതുപോലെ പല സ്ഥലങ്ങളിൽ ഇത് ഒരു മാതൃകയാണ്. ഇതൊരു വവ്വാലാണ്. വവ്വാൽ നമുക്കറിയാം രാത്രികാലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ജീവിയാണ്. ഉപയോഗിക്കുന്നത് സൗണ്ടാണ് ഈ പോകാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സൗണ്ട് വേവുകൾ, അത് അൾട്രാസൗണ്ടാണ്. നമുക്ക് കേൾക്കാൻ പറ്റുന്ന ആ ഒരു ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് അല്ല, അതിന് മുകളിലുള്ള സൗണ്ടാണ്. അത് കാരണം നമ്മൾ കേൾക്കുന്നില്ല, പക്ഷെ അവർ സൗണ്ട് പുറപ്പെടുവിക്കുന്നുണ്ട്, ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്. അത് മുമ്പിലുള്ള തടസ്സങ്ങളിൽ പോയി തട്ടി തിരിച്ചു വരുമ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് അത് അവോയ്ഡ് ചെയ്ത് പറക്കുന്നത്. അപ്പം ഈ ഒരു തത്വം മനസ്സിലാക്കിയിട്ട് പ്രത്യേകതരം സെൻസറുകൾ ഉപയോഗിച്ച് ഇതുപോലെ സൗണ്ട് പുറപ്പെടുവിക്കുവാനും അത് തിരിച്ചു വരുന്നത് മനസ്സിലാക്കുവാനുമുള്ള സങ്കേതം ഉണ്ടാക്കി അതുകൊണ്ട് പല പ്രയോജനങ്ങളും ഇന്ന് ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം ഇതാണ്. അതായത് കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് കൊണ്ട് നടക്കാനുള്ള ഒരു വടി, അതിനറ്റത്തുണ്ടിത്. അപ്പോൾ എവിടെയെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യും, പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലായി മാറി നടക്കാനായിട്ട് സാധിക്കും. ഒരു സിമ്പിൾ കാര്യമാണ്, വവ്വാല് പറഞ്ഞു തന്നതാണ്, അത് വെച്ച് നമ്മൾ ചെയ്തത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ താറാവുകളുടെ കാലിൻ്റെ അടിഭാഗം, അവിടെയുള്ള ആ ഒരു ഒന്നിച്ച് ആ പാട പോലെ ഇരിക്കുന്നത് പലതിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഡൈവ് ചെയ്യുന്ന, ഈ വെള്ളത്തിനടിയിലേക്ക് ഡൈവ് ചെയ്യുന്ന നീന്തൽക്കാരുടെയൊക്കെ കാൽ ഇത്തരത്തിലുള്ളൊരു ഇത് വെച്ചാൽ അവർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെയധികം ചെളിയൊക്കെ നിറഞ്ഞ സ്ഥലത്തൊക്കെ നടക്കാനും ഒക്കെ തന്നെ ഈ ഒരു ടെക്നോളജി പ്രയോജനമാണ്. പിന്നെ നമ്മുടെ ഒരു ഗുരു എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആനയാണ്. അപ്പോൾ ആനയുടെ ഈ തുമ്പിക്കയെ നമ്മൾ നോക്കുകയാണെങ്കിൽ തുമ്പിക്ക വളരെയധികം ഫ്ലെക്സിബിൾ ആണ്. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ആനയുടെ തുമ്പിക്കയുണ്ട്. വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പൊക്കാനും പറ്റും, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ആന തുമ്പിക്ക കൊണ്ട് പൊട്ടിക്കാതെയൊക്കെ എടുക്കും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലോർത്ത് വീണ്ടും റോബോട്ടുകളുടെ ഒരു കൺട്രോളിനാണ് സാധനങ്ങൾ എടുക്കാൻ ഉള്ള ആ ഒരു ടെക്നോളജിക്ക് ആനയുടെ തുമ്പിക്ക ഒരു പ്രചോദനമാണ്. അപ്പോൾ അത് ഈ രീതിയിൽ പല പ്ലാസ്റ്റിക് ഡിസ്കുകളും കംപ്രസ് ചെയ്തിട്ടുള്ള വായുവും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിലും വളരെ കൃത്യതയോടെയും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം വലിയ സാധനങ്ങൾ മാത്രമല്ല, ഇതുപോലെ ഒരു ആപ്പിളൊക്കെ ഒട്ടും തന്നെ ക്രഷ് ചെയ്യാതെ, അതിനെ പൊട്ടിച്ച് കളയാതെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡെവലപ്മെൻറ്റിന് ഇത് ആനയുടെ തുമ്പിക്കൈ ഒരു മാതൃകയാണ്. പിന്നെ ഇത് നമ്മുടെ തലച്ചോറാണ്. നമുക്കറിയാം പല കാര്യങ്ങൾക്കും നമ്മുടെ തന്നെ പ്രവർത്തനങ്ങൾ പ്രചോദനമായിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇതുപോലെയുള്ള കമ്പ്യൂട്ടിംഗ് സിസ്റ്റങ്ങളുടെ നിർമ്മിതിക്ക് മനുഷ്യന്റെ തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് എന്നൊക്കെയുള്ളത് അവലോകനം ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗിക്കുന്നുമുണ്ട്. ഇന്നത്തെ നമ്മൾ കേൾക്കുന്ന നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയുന്ന സങ്കേതങ്ങളുടെ ഒക്കെ വികസനത്തിൽ ഇതൊരു ശ്രദ്ധിക്കുന്ന ഒരു മാതൃക തന്നെയാണ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിലൊക്കെ. ഇത് ന്യൂറൽ നെറ്റ്വർക്കാണ്, നമ്മുടെ തലച്ചോറിലെ ആ നെറ്റ്വർക്കാണ്. അതിൽ നിന്ന് തന്നെ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ള ഇപ്പം നമ്മൾ കേൾക്കാറുണ്ടല്ലോ മെഷീൻ ലേണിംഗ് എന്നൊക്കെ, അതിനൊക്കെയുള്ള സങ്കേതങ്ങളിൽ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പലതും ഉണ്ട്, ഇനിയും ധാരാളം ഉണ്ട്, ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്കറിയാം ഒരുതരം ആപ്പിൾ സീഡ്സ് ഉണ്ട്.
മാപ്പിൾ എന്ന് പറയുന്ന മരത്തിന്റെ വിത്തുകൾ ഇങ്ങനെ കറങ്ങിയാണ് താഴേക്ക് വീഴുന്നത്. എന്തിനാ വെച്ചാൽ ദൂരേക്ക് പോകാനാണ്. അപ്പം നമ്മളിപ്പോൾ കാണുന്ന ഡ്രോണുകളുടെയൊക്കെ നിർമ്മിതിക്ക് ഈ മാപ്പിൾ സീഡിന്റെ ആ ഒരു പ്രവർത്തനം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ രാത്രികാലങ്ങളിൽ കാണാൻ പറ്റുന്ന തരം ചില ഇങ്ങനെ കണ്ണട പോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പൂച്ച അതുപോലെയുള്ള ജീവികൾക്ക് രാത്രി കാണാൻ പറ്റുമല്ലോ. അപ്പം അതുപോലെ അവരുടെ കണ്ണിൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഇനിയും വേറെയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള നവീകരണങ്ങൾ ചെയ്യാനായിട്ട് ഉള്ള ഐഡിയ കിട്ടാനായിട്ട് അതിൻ്റെ ഈ പ്രകൃതി എന്ന് പറയുന്നത് എത്രയോ ദശലക്ഷം വർഷങ്ങൾ, കോടിക്കണക്കിന് വർഷങ്ങൾ നവീകരണം സംഭവിച്ച് വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചുറ്റും കാണുന്നത്. അപ്പം അതിൽ നിന്നും നമുക്ക് പ്രചോദനം ഉണ്ടാക്കാം. നമുക്ക് ചുറ്റും നോക്കിയാൽ മാത്രം മതി എന്നുള്ളതാണ് അതിലെ ആ ഒരു സന്ദേശം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിന് ഞാൻ വെറുതെ ഒരു പ്രചോദനത്തിന് വേണ്ടി പറയുകയാണ്. വലിയ കാര്യങ്ങളാണ്. നമുക്ക് എന്തൊക്കെ വേണം? നമുക്ക് ഒരു പക്ഷേ നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ടൊരു റോബോട്ട് വേണമായിരിക്കാം, നമ്മൾ പറയുന്ന എല്ലാം ചെയ്യാനുള്ളൊരു റോബോട്ട്. അല്ലെങ്കിൽ നമുക്ക് ചൊവ്വാഗ്രഹത്തിൽ പോയി മാർസിൽ പോയി ഒരു കോളനി സ്ഥാപിക്കണമായിരിക്കാം. അല്ലെങ്കിൽ നമുക്ക് മൊത്തം ഗ്രീൻ ആയിട്ടുള്ള, അതായത് ഒരു തരത്തിലും പ്രകൃതിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു കാർ നിർമ്മിക്കണമായിരിക്കും. അങ്ങനെ പലതും. അല്ലെങ്കിൽ കോവിഡിനൊരു പരിഹാരം വേണമായിരിക്കും, അങ്ങനെ കോവിഡ് പോലെയുള്ള മഹാമാരികൾക്ക്. അപ്പൊ ഇങ്ങനെയുള്ള വലിയ ചോദ്യങ്ങൾക്കും നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചോദ്യങ്ങൾക്കുള്ള പരിഹാരത്തിന് നമുക്ക് ഈ ഒരു മേഖലയിലേക്ക് നോക്കാം എന്നുള്ളൊരു ഐഡിയയാണ്. ഞാൻ നിർത്തുകയാണ്. അതിനു മുമ്പ് ഒരു കൊട്ടേഷൻ മാത്രം. ഒരു വളരെ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ശാസ്ത്രജ്ഞയാണ് മാഡം ക്യൂറി നമ്മൾ വിളിക്കുന്ന മേരി ക്യൂറി. മാഡം ക്യൂറിയുടെ ഈ ഒരു കൊട്ടേഷൻ വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതൊന്ന് പറയുകയാണ്. അപ്പം എനിക്കറിയില്ല എത്ര പേർക്ക് അറിയാം മേരി ക്യൂറിയുടെ ജീവിതം. ഓർമ്മയുണ്ടാവാം, നമ്മളൊക്കെ പഠിച്ചതാണ്. പെട്ടെന്നൊന്ന് പറയാൻ വേണമെങ്കിൽ ഒരു 150 വർഷത്തിന് കൂടുതലാണ്. 1867 ജനനം. പോളണ്ടിലാണ്. മിടുക്കിയായിരുന്നു പഠിക്കാൻ. പക്ഷെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മോശമായിരുന്നു. മാത്രമല്ല സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴേക്കും കോളേജിൽ പോകാനായിട്ട് പല തടസ്സങ്ങളാണ്. സാമ്പത്തികം മാത്രമല്ല തടസ്സം, അന്ന് പെൺകുട്ടികൾക്ക് അഡ്മിഷൻ ഇല്ല കോളേജിൽ, പോളണ്ടിൽ. അതുകൊണ്ട് കോളേജിൽ പോകാൻ പറ്റുന്നില്ല. ചേച്ചിയുണ്ട്, നമുക്കറിയാം, ചേച്ചിക്കും പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവർ തൊട്ടടുത്ത രാജ്യമായിട്ടുള്ള ഫ്രാൻസിൽ പോയാൽ പഠിക്കാം, അവിടെ അഡ്മിഷൻ കിട്ടും, പാരീസിലൊക്കെ അഡ്മിഷൻ കിട്ടും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ തീരുമാനിച്ചു ചേച്ചി ആദ്യം പോകട്ടെ, മേരി ജോലി ചെയ്ത് പൈസ അയച്ചു കൊടുക്കാം. അങ്ങനെ മേരി ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയാണ്, അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അത്രേ വിദ്യാഭ്യാസമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ജോലി ചെയ്ത് പൈസ അയച്ചു കൊടുത്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഒരു 8-9 വർഷം കഴിഞ്ഞിട്ടാണ് മേരി പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെയാണ് പോയി കോളേജിൽ ചേർന്ന് പഠിക്കുന്നത്. എന്നിട്ട് വളരെ കഷ്ടതയായിരുന്നു. ഇടയ്ക്ക് വായിക്കാനിടയായത് തണുപ്പ് രാജ്യമാണല്ലോ, തണുപ്പുള്ള രാജ്യമാണ് ഇതൊക്കെ തന്നെ. അപ്പോൾ തണുപ്പ് കാലങ്ങളിൽ കയ്യിലുള്ള എല്ലാ ഉടുപ്പുകളും ഇടുമായിരുന്നു എല്ലാ ദിവസവും. എന്നാലേ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലാതെയുള്ള സങ്കേതങ്ങളൊന്നും അത്ര കൂടുതലൊന്നും ഉപയോഗിക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല, അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഗവേഷണം നടത്തി പിന്നീട് പാരീസിലെ ആദ്യത്തെ പ്രൊഫസറായി യൂണിവേഴ്സിറ്റിയിലായി. 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പാരീസിലും പോളണ്ടിലും സ്ഥാപിച്ചു. പിന്നെ നമുക്കറിയാം റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു സങ്കേതത്തെക്കുറിച്ച് മനസ്സിലാക്കി. റേഡിയം പൊളോണിയം എന്ന് പറയുന്ന 2 മൂലകങ്ങൾ കണ്ടെത്തി. പിന്നെ 2 നോബൽ സമ്മാനം ലഭിച്ച ആളാണ്. ആദ്യം ഫിസിക്സിന്, പിന്നീട് കെമിസ്ട്രിക്കും. അങ്ങനെ 2 വിവിധ വിഷയങ്ങളിൽ നോബൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ആളാണ്. ഏക വനിതയാണ്. അങ്ങനെയൊക്കെ പല വിശേഷണങ്ങളുള്ള ഒരു വലിയ ശാസ്ത്രജ്ഞയായിരുന്നു. അതിലുള്ള ആ ജോലിയിൽ തന്നെ ഏർപ്പെട്ടത് കൊണ്ടുണ്ടായ ചില അസുഖങ്ങൾ കാരണമാണ് മരണപ്പെട്ടത്. അപ്പം മേരി പറഞ്ഞ ഒരു കൊട്ടേഷനാണ് ഞാൻ പറയുന്നത്, മാഡം ക്യൂറിയുടെ കൊട്ടേഷനാണ്. ലൈഫ് ഇസ് നോട്ട് ഈസി ഫോർ എനി ഓഫ് അസ്. ജീവിതം നമുക്കാർക്കും എളുപ്പമല്ല. അത് പറയാൻ എന്തുകൊണ്ടും അർഹതയുള്ള ഒരാളാണ് അത് പറഞ്ഞിരിക്കുന്നത്. ജീവിതം നമുക്കാർക്കും എളുപ്പമല്ല. പിന്നെ അടുത്ത് എന്താണ് പറയുന്നത്? ബട്ട് സോ വാട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് വാട്ട് ഓഫ് ദാറ്റ്? അതുകൊണ്ട് എന്താ? തുച്ഛമായിട്ട് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ജീവിതം നമുക്കാർക്കും എളുപ്പമല്ല. അതുകൊണ്ട് എന്താണ്? നമുക്ക് സ്ഥിരോത്സാഹം വേണം. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്ന സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ, we must believe we are gifted for something and that this thing must be attained എന്നാണ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും എന്തോ ഒരു പ്രത്യേകതരം കഴിവുണ്ടെന്നും നമ്മളത് വിശ്വസിക്കണം. ഇന്ന് നമ്മൾ വിശ്വസിക്കണമെന്നും അത് ഞാൻ വെളിയിൽ എടുത്തിട്ടേ ഉള്ളൂ എന്ന് നമ്മൾ തീരുമാനിക്കണം എന്നാണ്. ദിസ് മസ്റ്റ് ബി അറ്റൈൻഡ് എന്നാണ്. അതിന് യാതൊരു നീക്കുപോക്കും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം എന്നാണ്. അപ്പം മേരിയുടെ ആ ഒരു കൊട്ടേഷൻ
പുതിയ കുട്ടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും തന്നെയും ഒരു മനസ്സിൽ കൊണ്ട് നടക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി.